They have made a commitment to embark on a beautiful and new journey together. I am Richa Chinnababu, Deeba's sister. It is a pleasure to have you all here to share the joy and happiness of the two families on this auspicious occasion. The couple have arrived. Please put your hands together to welcome our lovely couple, Deeba and Joel, onto the stage. Beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Dancing in the dark, you could see my arms, barefoot on the grass, listening to our favorite song. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമനീതികളായ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. രണ്ട് വ്യത്യസ്തമായ കുടുംബ സാഹചര്യത്തിൽ ജീവിച്ച് മാതാപിതാക്കന്മാർക്കും ദൈവത്തിനും കീഴ്പ്പെട്ട് വളർന്നു വന്ന ജോയലും ദീപയും ഇന്ന് അവരുടെ ഇരുവരുടെയും വിവാഹ നിശ്ചയം അഭിനന്ദ തിരുമേനിയുടെ പ്രാർത്ഥനയോടുകൂടി കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിശ്ചയിക്കുകയാണ്. ഇവരെ അനുഗ്രഹിക്കുവാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആശംസകൾ അറിയിക്കുവാനുമാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന തിരുമേനിയെയും ബഹുമാനപ്പെട്ട വൈദികരെയും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഹർഷാരവത്തോടെ തന്നെ ഈ രണ്ട് മക്കളെയും നമുക്ക് ആശംസകൾ നേർന്ന് അനുഗ്രഹിക്കാം. താങ്ക് യു സോ മച്ച്. Thank you, Acha. Now, I would like to introduce the happy pair and their families. First, I would like to introduce Deeba's family. Deeba is an Ayurvedic doctor who completed BA-MS from Ahalya Ayurveda Medical College, Palakkad, and now she is working as a senior medical officer at Ayush Prana Ayurveda Hospital and Research Center, Malayattur. Deeba is the daughter of Mrs. Dilmol John and Mr. Baby Joseph of the Thottapadan family from Perumbaur. Bay Chachan is an ex-Panchayat member and a businessman, and Dilmolati is a teacher. Deeba's only brother, Basil Sham, is an assistant district photojournalist working at Collectorate. Now let me introduce Joel's family. Joel George is the son of late George Verghese and Beena George, who is a lovely homemaker. Joel George is an immigration analyst at Fragaman. He did his MBA from ICFA University, Dehradun. They are from Ketetumulai House, Kilitatil. Joel's younger brother, Jobin, and his wife, Ferlin, are both engineers working in New Zealand. They have an adorable little son, Gerard Mikhail George. I invite Deeba's and Joel's families onto the stage. ഇപ്പോൾ ദീപയുടെ പാരൻസും സഹോദരങ്ങളും അതുപോലെ തന്നെ ജോയലിൻ്റെ പാരൻസും സഹോദരങ്ങളും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ മക്കളോട് ചേർന്ന് നിന്ന് നമ്മോടൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഇവരെ ആശീർവദിക്കുകയും ഇവർക്ക് ആശംസകൾ നേരുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ജോയലിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പിതൃതുല്യമായ സ്ഥാനത്ത് നിന്ന് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ആ പിതാവിനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജോയലിൻ്റെ വലിയ പപ്പേനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്കമാലി ഭദ്രാസന മെത്രാപ്പോലീത്തയും ഗാർഡൻ ഏഞ്ചൽ കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡൻറ്റുമായിരിക്കുന്ന അഭിമന്യ തിരുമനസ് ഇന്ന് നമ്മോടൊപ്പം
നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട്, ഈ കുഞ്ഞുങ്ങൾക്ക് ആശംസകൾ നേരുവാനായിട്ട് ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നു. അഭിവന്യ തിരുമേനിയുടെ സ്ഥാപനങ്ങളിലാണ് ഞങ്ങളെല്ലാവരും ജോലി ചെയ്തതും സേവനങ്ങൾ അർപ്പിച്ചിട്ടുള്ളതും. അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായിട്ട് വളരെ എളിമയോടെ അഭിവന്യ തിരുമനസ്സിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ തിരുമേനിയോടൊപ്പം തന്നെ എത്രയും ബഹുമാനപ്പെട്ട ബെന്നി പന്തപ്ലാക്കൽ അച്ഛൻ, അതുപോലെ തന്നെ ഇടവകയിലെ സഹായ വൈദികനായ എത്രയും ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനെയും വളരെ സ്നേഹത്തോടെ ഈ കുടുംബങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. First of all, I would like to wish you all a good evening. This is a wonderful and enjoyable evening, especially as Sachin said earlier, the family is very close to Guardian Angel, charitable societies, with all institutions, especially people who have studied and worked. The bride has a good educational background from the higher secondary here, and her mother has been teaching here for a long time. I think it is since the school has been started. And Joel also belongs to the Diocese of Angamali. This bride and bridegroom belongs to the Diocese of Angamali, Kakanad Kilitatinse, very honorable family, and their parents, all people are here, and the people who are invited this evening session, may God bless you all. Let us bow down and pray for a minute for the people. The Almighty God, bow down our head before you. Help us to be with us in this evening. Bless the children who are awaiting to get the eternal blessing. Bride, bridegroom, the parents, relations, friends and people, all are here. God has a wonderful eternal concern of the families. So far for the health and cherishment, we thank you. We thank you for enabling us to be here in this evening with thy guidance. Give the strength and power to live in this world as you wish. Lord, we are the sinners and trespassers of the world. You are the Savior to us. We need you, my Lord. We pray for the nation. We pray for our churches. We pray for our families. The people who are not able to be here this evening, while they may be sick or in the hospital, we all pray for them to be healed very soon. Lord, we ask that be with us once again, touch our body and spirit, especially today or Eve, the Pentecost day. The Holy Spirit has to bless all the people here by sending the heavenly blessings upon us. In the name of our Father and Son and Holy Spirit, Amen. അഭിവന്യ തിരുമനസ്സിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് വിവാഹ നിശ്ചയത്തിൻ്റെ പ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ്. ബറഖ്മോർ കങ്ങരപ്പടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ വകയിൽ കേടേത്തുമുരയിൽ കിളിത്താറ്റിൽ പരേതനായ ജോർജ് വർഗീസിൻ്റെയും ബീന ജോർജിൻ്റെയും മകൻ 29 വയസ്സുള്ള ജോയൽ ജോർജ് എന്ന് വിളിക്കപ്പെടുന്ന വർഗീസും തുരുത്തുപള്ളി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ വകയിൽ തോട്ടപ്പാടൻ വീട്ടിൽ ബേബി ജോസഫിൻ്റെയും ജിൽമോൾ ജോണിൻ്റെയും മകൾ 26 വയസ്സുള്ള ദീപ എന്ന് വിളിക്കപ്പെടുന്ന മറിയാമയും തമ്മിലുള്ള വിവാഹം 2023 നവംബർ മാസം 26-ാം തീയതി ഞായറാഴ്ച കങ്ങരപ്പടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ വെച്ച് നടത്തുവാൻ ഇരു വീട്ടുകാരും തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നു.
എല്ലാ അനുഗ്രഹങ്ങളും ഭാവങ്ങളും ദൈവനാമത്തിൽ നേരുകയാണ്. ഇതിൻ്റെ ഒരു പ്രഖ്യാപനം എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നു എന്നതിന് ഉദാഹരണമായിട്ട് ഒന്ന് കൈയടിക്കുവാനായിട്ട് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു. വിവാഹ പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. ബറയ്ക്കുമോർ സൃഷ്ടാവായ സ്വർഗീയ പിതാവേ, ഏദൻ തോട്ടത്തിൽ പുരുഷന് തക്ക തുണയായിരിക്കാൻ സ്ത്രീയെ നീ സൃഷ്ടിച്ചു. ഇസഹാക്കിന് തക്ക ഭാര്യയെ കണ്ടുപിടിക്കാൻ അബ്രഹാമിന്റെ ഭൃത്യനെ നീ വഴി നടത്തി. പുരുഷനും സ്ത്രീയും പിതാവിനെയും മാതാവിനെയും വിട്ട് ഒരു ശരീരമായുള്ള ജീവിതമാണ് വിവാഹ ജീവിതമെന്ന് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചു. ഭാര്യ ഭർത്തൃബന്ധം മശിഹായും തിരുസഭയും തമ്മിലുള്ള ബന്ധം പോലെ സുദൃഢവും അവിഭാജ്യവും പരിശുദ്ധവുമാണെന്ന് കർത്ത ശിഷ്യന്മാരും ഞങ്ങളെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നു. ആകയാൽ കർത്താവേ, ഈ വിവാഹ നിശ്ചയത്തിൽ നിന്റെ നടത്തിപ്പ് ഞങ്ങൾക്കുണ്ടാകണമേ. തിരുഹിതമെങ്കിൽ ഇത് നിറവേറ്റണമേ. തുടർന്നുള്ള വിവാഹ കൂദാശയം തിരുഹിത പ്രകാരം യഥാസമയം മംഗളമായി നടക്കുവാൻ കൃപയരുളേണമേ. ഞങ്ങളിപ്പോൾ ആരുടെ വിവാഹ നിശ്ചയം നടത്തുന്നുവോ ആ നിന്റെ പ്രിയപുത്രനും പുത്രിയും പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ഐക്യത്തിലും ആജീവനാന്തം ഒരുമിച്ച് ജീവിക്കുവാൻ നീ സംഗതിയാക്കണമേ. ആയത് ഞങ്ങളും അവരും എന്നാളും നിന്നെയും നിന്റെ പിതാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറയ്ക്കുമോർ ഹോശോ വബ്കുല സുബ്ഹാൻ ലവൽമീ. ആമേൻ. അങ്കമാലി ഭദ്രാസന കോതമംഗലം മേഖലയുടെ അഭിവന്യ മെത്രാപ്പൊലീത്തയായിരിക്കുന്ന ഏലിയാസ് മൗറിയൂസ് തിരുമനസ്സുകൊണ്ടാണ് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ ജോയലിനും ദീപയ്ക്കും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. താങ്ക് യു. ഒരുപാട് വാക്കുകൾക്കൊന്നും ആവശ്യമില്ല. ദീപ കളിച്ചു വളർന്ന ഒരു സ്ഥലമാണിത്. ഒരുപാട് ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരു കുടുംബമാണ്. ഇവിടെ ജീവിച്ചേട്ടനും ജിൽമോളും ഇവിടെ പരിചയപ്പെടുന്ന കാലം മുതൽ ഈ പ്രസ്ഥാനങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനവും മാനസിക പിന്തുണയും നൽകിയിട്ടുള്ള കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് കടപ്പാടുകൾ സൂക്ഷിക്കുന്ന കുടുംബമാണ്. ദീപയും ബേസിലും ഒക്കെ വളർന്നതും അവരുടെ ആധ്യാത്മിക മേഖലകളൊക്കെ കരുപിടിപ്പിച്ചതും ബെത്സൈദ സ്ഥാപനങ്ങളാണ്. പ്രിയപ്പെട്ട ജിൽമോൾ ടീച്ചറും ഈ സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ ഇതിൻ്റെ നഴ്സറി വിങ്ങിൽ ടീച്ചർ പലപ്പോഴും സ്തുത്യർഹമായ സേവനം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ചുമതലയിൽ പ്രിയപ്പെട്ട ദേവിച്ചേട്ടൻ ഒരുപാട് പൊതുപ്രവർത്തനം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഈ പ്രിയപ്പെട്ട മക്കൾക്ക് നന്മകൾ നേരുന്നു, ആശംസകൾ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Light has always symbolized warmth and cheer. It takes only one little candle to dispel darkness. So to brighten the journey of life, I invite Bechachan and Dilmolanti to light a candle for happiness. Beenandi, Jobin Chandan and Solan Chechi will light one for prosperity. Finally, Joel and Deba will light a candle for love and to welcome a beautiful new future together. Thank you. To share this joyful event,
we have Joyals. This is one of the sweetest moments in Joyals and Deeba's life. To commemorate this beautiful occasion, I request Deeba and Joyal to cut the cake and give each other a slice, symbolizing the nurturing relationship they start today. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness had only expenses, but that was in the bad old days before I met you. When I let you. അച്ഛനെ കുറിച്ച് നല്ല വാക്കുകൾ പറയാനും ഞങ്ങളുടെ ഈ ജീവിതത്തിൽ അച്ഛനുള്ള സ്ഥാനം നിങ്ങളുടെ എല്ലാവരോടും പങ്കുവയ്ക്കാനുമായിട്ട് ഒരവസരം എനിക്ക് നൽകിയിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഞങ്ങൾ ഈ തോട്ടപ്പാടൻ ഫാമിലിയിൽ ഞങ്ങൾ സഹോദരങ്ങൾ 3 ആൺകുട്ടികളും അല്ലെങ്കിൽ 3 ആണുങ്ങളും 3 പെൺകുട്ടികളുമാണ്. എൻ്റെ സഹോദരൻ റെനി ആൻഡ്രൂസ് ഞങ്ങളിൽ ഒരുപാട് പ്രായം കൊണ്ട് മൂത്തതാണ്, 10 വയസ്സിന് മൂത്തതാണ്. അപ്പോൾ എപ്പോഴും ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനം തന്നെയാണ് റെനിക്കുള്ളത്. പിന്നെ ഞാനും ബേസിലും അച്ചും റിച്ചും അതുപോലെ തന്നെ റിച്ചുവിൻ്റെ ചേച്ചി കാനഡയിലുള്ള റീമ മറിയ ബാബു, ഞങ്ങൾ അമ്മൂന്ന് വിളിക്കും. ഞങ്ങളെല്ലാവരും കളിച്ചും ആഘോഷിച്ചും ഒരുമിച്ച് ഞങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ പങ്കുവെച്ചാണ് ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇന്ന് അച്ചുവിനെ കുറിച്ച് ജോയലെ കേൾക്കുന്നുണ്ടോ? അച്ചുവിനെ കുറിച്ച് അച്ഛൻ 1-2 കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പാരൻസിനെ കുറിച്ച്, അതായത് മേരി, ബേബി, ബാബു, ഈ സഹോദരങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ട് അച്ചുവിലേക്ക് മടങ്ങി വരാം. ഇവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ ബന്ധുമിത്രാദികളും സഹോദരങ്ങളും സുഹൃത്തുക്കളുമാണ്. അതുപോലെ തന്നെ ജോയലിൻ്റെ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളുമാണ്. ഞങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, മേരി, ബാബു, ബേബി എന്ന് പറയുമ്പോൾ
വേദപുസ്തകത്തിലെ ഒരു വാക്യം നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വരും. കാരണം സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര നന്മയും എത്ര സൗന്ദര്യവുമാവുന്നു. പലപ്പോഴും ഞങ്ങളുടെ ഈ മാതാപിതാക്കളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അസൂയ തോന്നാറുണ്ട്. ഞങ്ങളിടയ്ക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഈ ചാച്ചന്മാരെ കുറിച്ചും ഒക്കെ ഒരു കുറ്റങ്ങളൊക്കെ പറയുമ്പോൾ ഇവരത് ഒരു രീതിയിലും കേൾക്കാറില്ല. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പരാജയപ്പെടാറുള്ളൂ. ഈ മാതാപിതാക്കന്മാരുടെ ഈ മാതൃകയുള്ള ജീവിതം കണ്ടാണ് ഞങ്ങളും വളർന്നു വന്നത്. അതുകൊണ്ട് ഞാനും അച്ചുവും റിച്ചുവും അമ്മുവും ബേസിലും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അച്ചു മിടുക്കി കുട്ടിയാണ്. ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണം, ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരാൾ കൂടിയാണ് അച്ചു. ഞാൻ ശബ്ദമിടറി എന്തെങ്കിലും പറഞ്ഞാൽ അച്ചു കരഞ്ഞ് അവിടെ വലിയൊരു സീനാണ്. ഞാൻ സന്തോഷിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അച്ചു ചിരിച്ച് മതിമറന്ന് ചിരിക്കും, സന്തോഷം, ഭയങ്കര സന്തോഷം കാണിക്കും. അപ്പോൾ എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും സന്തോഷത്തിലും സങ്കടത്തിലും ഞൊടിയിടയിൽ അതിന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ് അച്ചു. അച്ചു ഇപ്പോൾ കല്യാണപ്രായമൊക്കെ കല്യാണം കഴിച്ച് വിടുവാന്ന് പറയുമ്പോഴും ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് അച്ചുവാണ്. അച്ചു ഡോക്ടർ അച്ചുവൊക്കെ ആയി. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്ന താലോലിക്കുന്ന ഞങ്ങളുടെ പൊന്നോമന അച്ചുവാണ്. പ്രിയമുള്ളവരെ, അച്ചു LKG മുതൽ +2 വരെ പഠിച്ചത് ഈ ബെത്സേദ, ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ഓഡിറ്റോറിയം അഭിമുഖ തിരുമേനിയിലൊക്കെ കണ്ടു. ബഹുമാനപ്പെട്ട ബെന്നി അച്ഛനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഗുരുശിക്ഷണത്തിലൊക്കെ വളർന്നു വന്ന കുട്ടികളാണ് അച്ചുവും ബേസിലുമൊക്കെ. അച്ചു 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഇവിടെ പഠിക്കുമ്പോൾ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ കുട്ടിയാണ്, അല്ലെങ്കിൽ സഹോദരിയാണ് അച്ചു. അതുകൊണ്ട് തന്നെയാണ് ഒരു ഡോക്ടറേറ്റ് സ്ഥാനമൊക്കെ കരസ്ഥമാക്കുവാനായിട്ട് അച്ചുവിന് സാധിച്ചത്. അപ്പോൾ 1 മുതൽ +2 വരെ 1ാം സ്ഥാനമൊക്കെ നിലനിർത്തിയ അച്ചുവിന് കുടുംബജീവിതത്തിലേക്ക് വരുമ്പോഴും ആ നല്ല സ്ഥാനം, ആ 1ാമതായി നിൽക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ, അതായത് അച്ചു അതിരാവിലെ എഴുന്നേൽക്കും, അതിരാവിലെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അമ്മയോടൊപ്പം അടുക്കളയിൽ കയറി എല്ലാ സഹായങ്ങളും ചെയ്യും. ഞാനിത് പറയുമ്പോൾ സത്യമാണോ നുണയാണോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവരുടെ അമ്മയുടെയും പപ്പയുടെയും മുഖത്തേക്ക് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഞാനങ്ങനെ നുണ പറയുന്ന ആളല്ല. എന്നിരുന്നാൽ പോലും ജോയൽ അത് പ്രത്യേകം ഇനിയുള്ള കാലത്ത് ശ്രദ്ധിക്കണം. അതിരാവിലെ വിളിച്ചെണിപ്പിക്കേണ്ട വരില്ല, എന്നാലും വിളിച്ചെണിപ്പിക്കണം. അമ്മയുടെ കൂടെ സഹായിച്ചും ജോയലിൻ്റെ കൂടെയൊക്കെ സഹായിച്ചുമൊക്കെ അച്ഛനും മുമ്പോട്ട് പോകാൻ സർവേശ്വരൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആരോഗ്യവും ആയുസ്സും തരട്ടെ. നിങ്ങളുടെ ജീവിതം കണ്ട് സന്തോഷിക്കുവാൻ ജോയലിൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിനും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, എല്ലാവരുടെയും അനുഗ്രഹം ഈ രണ്ട് മക്കൾക്കും നൽകുന്നു. ഇനി ഇതിലും ഉപരിയായി സഹോദര സ്നേഹമൊക്കെ ഞാൻ പറഞ്ഞു. ആ സഹോദര സ്നേഹമൊക്കെ കുടുംബത്തിലാണ്. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഇരിക്കുന്നതെല്ലാം അച്ചുവിൻ്റെ ഫ്രണ്ട്സാണ്. ഒന്ന് കൈയടിക്കാൻ പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരും കൈയടിക്കും. കാരണം അച്ചുവിൻ്റെയും ബേസിലിൻ്റെയും ഫ്രണ്ട്സ് വലയമാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാനായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അച്ചു കാണിക്കുന്ന ആ സ്നേഹം അത് സ്വീകരിച്ച് അതേ അളവിൽ തന്നെ തിരിച്ച് അച്ചുവിനും കുടുംബത്തിനും ഞങ്ങൾക്ക് നൽകുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന അച്ചുവിൻ്റെയും ബേസിൻ്റെയും എല്ലാ ഫ്രണ്ട്സിനും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ മറ്റുള്ളവർക്ക് സുഹൃത്തുക്കൾ വന്ന് ഇവരെ ആശീർവദിക്കുവാനും ഇവർക്ക് ആശംസകൾ നേരുവാനുമുള്ള അവസരമാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, Acha. Joel and Achu, I would like to wish both of you God's blessing as you begin this new journey of togetherness to love and cherish one another. Thus, we come to the conclusion of the formal part of the celebration. Thank you and enjoy the evening.
precious red eyes, commas in his head. Train with the same body in ring up the legend. Letters on his fingers speak of trouble. Trouble, trouble, trouble. Don't go flexing, boy, you get trouble. Bad boy messing with the boom, boom, boom. Bad boy riding on the boom, boom, boom. Bad boy, bad boy, huh. Bad boy, bad boy, huh. Bad boy messing with the boom, boom, boom. Bad boy riding on the boom, boom, boom. Bad boy, huh. Bad boy, huh. In on the boom, boom. என்ன மாமா உங்க ஆட்டத்துக்கு ஊரே ஆடுவேன், அதுக்கு ஒரு அடிய போட்டு விடுவோம் அப்படின்ற கட்டுமல்லி கட்டி வச்சா மட்டு வச்சா ரெண்டு வச்சா சாராப்பாம்பு இடுப்பு வச்சா பச்சை முட்டையை தூக்கி நெத்திக்கு மட்டி போட வச்சவளே கொண்டு நேரத்துக்குள்ள வச்சா கட்டம் தொட்டாவளே ரஞ்சிதவனே மனசு கலைக்கும் பதிரமே ரஞ்சிதமே ரஞ்சிதமே நான் உடனே வலிக்க கொஞ்சமே ரஞ்சிதமே ரஞ்சிதமே மனசு கலைக்கும் பதிரமே ரஞ்சிதமே ரஞ்சிதமே நான் உடனே வலிக்க கொஞ்சமே மனது 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 மனசு சதிரமே சதிரமே நான் நிற்கிறேன் நிற்கிறேன் சித்திரமே சித்திரமே ரஞ்சிதமே Bum,
തീർന്നില്ല. പിന്നെ ഇത്രയല്ലേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണോ? കേൾക്കണം. കേൾക്കണോ? ആ. ഓഹോ. കവിളിണൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കവിതയുമായി എങ്ങനെ 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 കവിളിണൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കവിതയുമായി കടവിളിയിൽ കമലതളം കവിളിനയിൽ സിന്ദൂരം നടന്നാൽ പുലരിമഴ പൂഞ്ചുടിയിൽ പുന്നാരം കടവിളിയിൽ കമലതളം കവിളിനയിൽ സിന്ദൂരം നടന്നാൽ പുലരിമഴ പൂഞ്ചുടിയിൽ പുന്നാരം മാനത്തെ വെള്ളിക്കിണ്ണം കരളിയ നിനക്കായി ഒളിച്ചു വച്ചു കുത്തി കമ്മലിടും കൂത്താരങ്ങൾ സഖിമാരായി എന്നോട് തുണഞ്ഞു നിന്നു കടവിളിയിൽ കമലതളം കവിളിനയിൽ സിന്ദൂരം നടന്നാൽ പുലരിമഴ പൂഞ്ചുടിയിൽ പുന്നാരം നിനക്ക് വെണ്ണിലാവ് പാൽക്കൊടുങ്ങൾ കൊണ്ടുവന്നു താരകങ്ങൾ കണ്ടുവച്ച പാരിജാതമല്ലേ താഴെ എന്നെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ കങ്കവർണ്ണ പുണ്യം നീയക്കും
Can you tell me how you feel about you and me walking around like two tourists set out on a scout? I've been waiting for that day to come. Let's go on a crazy trail, seeing things will go insane. Together we won't contain the happiness that flows within, in the land of rising sun, eating sushi under the moon. I can tell you all about how I fell in love with you. Drinking boba, driving in the car, singing out loud our favorite songs. Late night parties, dancing in the dark. I've been waiting for that day. We're climbing up Fujiyama at sunrise. The cherry trees blossoming, bringing colors to our lives. Let's go on a crazy trail, seeing things will go insane. Together we won't contain the happiness that flows within, in the land of rising sun, eating sushi under the moon. I can tell you all about how I fell in love with you. Hold my hand, let's go to a world that's filled with love and snow. Stop the clock, let's take it slow. Together hold on to the afterglow. Hold my hand, let's go to a world that's filled with love and snow. Stop the clock, let's take it slow. Together hold on. Let's go on a crazy trail, seeing things will go insane. Together we won't contain the happiness that flows within, in the land of rising sun, eating sushi under the moon. I can tell you all about how I fell in love with you.
silence takes over, saying all we need to say. There's endless possibilities in the moves we can make. Your kiss is giving every indication. If this heart of mine is right, by the time this night is over, the stars are gonna shine to lovers in love. And when the morning comes, it's gonna find us together in a love that's just begun. By the time this night is over, two hearts are gonna fly to the heavens above, and we get closer and closer and closer by the time this night is over. Let's take a slow and easy ride. Just lay back and let love take us over. There's magic here with you and I, and it's gonna take us all the way. Let's find some kind of deeper conversation. Darling, if it's right, by the time this night is over, the stars are gonna shine to lovers in love. And when the morning comes, it's gonna find us together in a love that's just begun. By the time this night is over. finds a way to get us back to the start again. To get us back to the start again. To get us back to the start. Life finds a way to bring us back where it all began. To bring us back where it all began. To bring us back where it all began. Life is